2026 നടക്കാൻ പോകുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മമതാ ബാനർജി വലിയ തോതിലുള്ള തിരിച്ചടികൾ തന്നെയാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് പരാജയമാണ് ഇപ്പോൾ വീണ്ടും മമതാ ബാനർജി അവിടെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. BJPക്ക് ഒരു അത്യുഗ്രൻ വമ്പൻ വിജയം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് 12-ൽ 12 സീറ്റുകളും BJP തൂത്തുവാരിയിരിക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ ഗ്രാമീണ ബംഗാളിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രീയ സംഭവ വികാസത്തിൽ കേജുരി അസംബ്ലി മണ്ഡലത്തിന് കീഴിലുള്ള കഷ്തല ദ്വാരികനാഥ് സഹകരണ കാർഷിക വികസന സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിലെ 12 സീറ്റുകളും BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വൻ വോട്ടുകൾക്ക് വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വികസനത്തിനും സുതാര്യതയ്ക്കും മാറ്റത്തിനുമുള്ള ഒരു ശക്തിയായി BJPയുടെ പിന്നിൽ അണിനിരക്കുന്ന ജനങ്ങളിൽ നിന്നുള്ള ശക്തമായ സന്ദേശമായാണ് ഈ വൻ ജനവിധിയെ കാണുന്നതെന്ന് BJP പറയുകയുണ്ടായി. അതായത് 12-ൽ 12 സീറ്റുകളും BJP തൂത്തുവാരിയിരിക്കുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം ഭരണപക്ഷമായിട്ടുള്ള മമതയും TMCയെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം. ഈ പറയുന്ന ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും TMC മമതയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് അവിടെ ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് തന്നെ. അഴിമതി, ദുർഭരണം, രാഷ്ട്രീയ അക്രമം എന്നിവയ്ക്ക് പലപ്പോഴും വിമർശിക്കപ്പെടുന്ന നിലവിലുള്ള ഭരണത്തോടുള്ള പൊതുജനങ്ങളുടെ അതൃപ്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു റിസൾട്ട് അവിടെ വന്നിരിക്കുന്നത് തന്നെ. BJPയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ ബോർഡിലെ എല്ലാ സീറ്റും നേടിയതോടെ ഈ ഒരു റിസൾട്ട് കേജുരിയുടെ രാഷ്ട്രീയ സഹകരണ രംഗത്ത് ഒരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുകയാണ്. പാർട്ടി പ്രവർത്തകരും അനുയായികളും വിജയം ആഘോഷിക്കുകയുണ്ടായി. ഇത് ജനങ്ങൾക്കും ശുദ്ധമായ ഭരണത്തിൻ്റെ തത്വങ്ങൾക്കും വേണ്ടിയുള്ള വിജയമെന്ന് വിശേഷിപ്പിച്ചു BJP. സഹകരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഗ്രാമീണ ബംഗാളിൽ BJPയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാൽപ്പാടുകൾക്ക് ആക്കം കൂട്ടുന്നതിനാൽ വിജയിച്ച 12 സ്ഥാനാർത്ഥികളെയും BJP അഭിനന്ദിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിജയം തീർച്ചയായിട്ടും അവിടെ TMCക്ക് ഏറ്റ കനത്ത പ്രഹരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 12-ൽ 12 സീറ്റുകളും BJP നേടിയതോടുകൂടി തന്നെ അവിടെ നിഷ്പ്രഭമാവുകയായിരുന്നു ഈ പറയുന്ന തരത്തിൽ TMC ആയാലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിജയ നേട്ടം അവിടെ ഇപ്പോൾ BJPക്ക് ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ BJPക്ക് സ്വാധീനം വർദ്ധിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിജയമെന്ന് പറയുന്നത്. അതായത് സഹകരണ കാർഷിക വികസന സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിലെ ഈ ഒരു 12 സീറ്റുകളും തൂത്തുവാരുന്ന തരത്തിലോട്ടുള്ള ഈ ഒരു വിജയം തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷിക്കാനുള്ള വകയുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവിടെ BJP നിലവിലത്തെ പ്രതിപക്ഷമായിട്ടുള്ള BJP ശക്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് തന്നെയാണ് ഈ ഒരു വിജയം എന്നുള്ളതും അവർക്ക് കൂടുതൽ ഊർജ്ജമേകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടിയായിട്ടുള്ള TMCക്കായാലും മമതയ്ക്കായാലും കോൺഗ്രസിനായാലും ഇടതുപക്ഷത്തിനായാലും തന്നെ ബംഗാളിൽ ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ അടിക്കടിയുള്ള മമതയ്ക്കുള്ള ഈ ഒരു തിരിച്ചടികളൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ കരുതേണ്ടി വരുന്ന തരത്തിലോട്ടുള്ള റിസൾട്ടുകളൊക്കെ തന്നെയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നത് ഇപ്പോൾ.